എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. വീണ്ടും ഞാൻ ആ ഒരു പഴയ ടോപ്പിക്കിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. സിനിമകളിലെ വയലൻസ്, മലയാള സിനിമയിലെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന വയലൻസിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരു റീസെന്റ് ചേഞ്ചിനെ കുറിച്ചിട്ട് മാത്രമാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. ഇന്നലെ റിലീസ് ചെയ്ത മാർക്കോ എന്ന ഉണ്ണിമുകുന്ദൻ സിനിമയുമായി ഈ ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് യാതൊരുവിധ ബന്ധവുമില്ല. മാർക്കോ ഞാൻ കണ്ടില്ല. നിങ്ങളിൽ കണ്ട ആളുകൾ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പോയി കാണാമെന്ന് വിചാരിക്കുകയാണ്. വയലൻസ്, ഇതുവരെ കാണാത്ത തരത്തിലുള്ള വയലൻസ് എന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്ത സിനിമ ആയതുകൊണ്ട് അത്ര ഒരു താല്പര്യം എൻ്റെ ഒരു ആസ്വാദനത്തിന്റെ രീതി വെച്ചിട്ട് ഉണ്ടായില്ല. അതിൽ നല്ലൊരു കഥയൊക്കെ ഉണ്ട്, ഗംഭീരമാണ് എന്നൊക്കെ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോയി കാണാമെന്ന് വിചാരിക്കുകയാണ്. ഉണ്ണിമുകുന്ദൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാം, മാളികപ്പുറവും മേപ്പടിയാനും പോലും വളരെയധികം ആസ്വദിച്ച് കണ്ട് നല്ല റിവ്യൂ നൽകിയ ആളാണ് ഞാൻ. പക്ഷേ ഉണ്ണിമുകുന്ദൻ എന്തെങ്കിലുമൊക്കെ വിമർശനം പറയുന്ന സമയത്ത് ഒരു പിണക്കം പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആളായതുകൊണ്ടാണ് പിന്നീട് ഒന്ന് രണ്ട് അവസരങ്ങളിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴിയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വന്നത്. നമുക്ക് ഉണ്ണിമുകുന്ദനോട് യാതൊരുവിധ പ്രശ്നവുമില്ല. ഈ 2 ദിവസങ്ങളിലായിട്ട് ഉണ്ണിമുകുന്ദനെ ഇഷ്ടമില്ലാത്ത ആളുകൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ചില ആളുകൾ വെച്ചിട്ടുണ്ട്. എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുതേ, ആ ഒരു മൂഡിലല്ല ഞാൻ. ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്ന സിനിമ സൂക്ഷ്മദർശിനി എന്ന മൂവിയാണ്. ആ ഒരു മൂവിയുടെ ഒരു ചെറിയ ഡിസ്കഷൻ പുറത്ത് നടക്കുന്നുണ്ട്. സൂക്ഷ്മദർശിനി എന്ന മൂവി ടിക്കറ്റ് എടുത്ത് പോയി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ OTT വരുമ്പോൾ കാണാനായിട്ട് കാത്തിരിക്കുന്ന ആളുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോളുക. ചിലപ്പോൾ സ്പോയിലേഴ്സ് വരാൻ സാധ്യതയുണ്ട്. ഞാനായിട്ട് ഇട്ട സ്പോയിലറൊന്നുമല്ല. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ചില കാര്യങ്ങൾ എടുത്ത് ഇവിടെ കാണിക്കുമ്പോൾ സ്പോയിലർ ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ്. ഒരു സാധാരണ മനുഷ്യന് ഒരാളെ ക്രൂരമായിട്ട് കൊല്ലുന്നതോ അല്ലെങ്കിൽ ഒരാളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നതോ കണ്ട് ആസ്വദിക്കാനായിട്ട് പലപ്പോഴും പറ്റാറില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ, ചില സാമൂഹിക അന്തരീക്ഷമൊക്കെ വരുന്ന സമയത്ത് ആളുകളിൽ ഈ വയലൻസിനോട് പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ തോന്നാറുണ്ട്. ഇപ്പോൾ നമ്മൾ തമിഴ് സിനിമകളിലും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമകൾ മൊത്തത്തിൽ എടുത്ത് നോക്കിയാലും നമ്മൾ ഈ പ്രതികാരദാഹിയായിട്ടുള്ള നായകനെ പലപ്പോഴും കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ വിജയിക്കുന്ന എന്തുകൊണ്ടാണ്? ആ നായകന്റെ കഥാപരിസരങ്ങളുണ്ട്, ആ ഒരു സിനിമയുടെ കഥാപരിസരങ്ങളുണ്ട്. സമാനമാവുന്ന സമയത്താണ് നമുക്ക് നായകൻ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളൊക്കെ ഓക്കെയാണ്, അത് അവർ അർഹിക്കുന്നുണ്ട്, അവരൊക്കെ മരിക്കേണ്ടവരാണ് എന്നുള്ള ചിന്ത വരുന്നത്. നമ്മൾ സന്തോഷകരമായിട്ടുള്ള ജീവിതാവസ്ഥയിൽ മുന്നോട്ടേക്ക് പോകുന്ന അങ്ങനെയുള്ള ഒരു നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വലിയ ആസ്വാദനം തോന്നില്ല. കാരണം അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന മൂവി വന്ന സമയത്ത് അവര് പ്രതികാരം ചെയ്യുന്നത് ആരോടൊക്കെയാണ്? നമ്മളടക്കമുള്ള ആളുകളെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് കാരണക്കാരായിട്ടുള്ള ആളുകളെയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ വയലൻസിനെ നമ്മൾ സിനിമയിൽ കാണിക്കുന്നത്. എക്സ്ട്രീം വയലൻസ് സിനിമകളിലെ മുഖ്യ പ്രമേയം തന്നെയാണ് വളരെ കാലങ്ങളായിട്ട്. 90s ശേഷം ഇഷ്ടം പോലെ സിനിമകൾ ഈ വയലൻസിനെ പ്രധാനമായി ഫോക്കസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനത്ര വയലൻസ് ആഗ്രഹിക്കുന്ന ആളല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്നാലും എന്നെ ഹോണ്ട് ചെയ്തൊരു സിനിമയുണ്ട്. മേ ബി നിങ്ങൾക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ആയിരിക്കില്ല. ദ നൈറ്റിംഗേൽ എന്ന് പറയുന്ന മൂവി 2018 എങ്ങാണ്ട് റിലീസ് ചെയ്തതാണോ 17 എന്നുള്ളത് അറിയത്തില്ല. ഏതായാലും വെനീസ് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞ സമയത്ത് ഞാൻ കണ്ട ഒരു സിനിമയാണ്. അതിനകത്ത് തൻ്റെ ഫാമിലിയെ മർഡർ ചെയ്ത ആളുകൾക്കെതിരെയുള്ള റിവെഞ്ച് ആണ് കാണിക്കുന്നത്. ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ വയലൻസിനെ നമുക്ക് സിനിമയിൽ മുഖ്യ പ്രമേയമാക്കുന്നതിനകത്ത് ഒരു പ്രശ്നമില്ല. ആളുകൾക്ക് അത് ഇമോഷണലി കണക്റ്റ് ആവും. അവിടെ എന്തുകൊണ്ടാണ് കണക്റ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ഒരു റിവെഞ്ച്, നമ്മുടെ ആ ഒരു ഹ്യൂമാനിറ്റി. പലപ്പോഴും ആളുകൾ ഉന്നയിക്കുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട്, കൃത്യമായിട്ടുള്ള ബേസ് ഒന്നും ഇല്ലാത്ത ഒരു ആരോപണമാണ്. സിനിമകളിലെ വയലൻസ് ഒത്തിരിയധികം ഇഷ്ടപ്പെടുന്ന ആളുകൾ എംപതി ഇല്ലാത്ത ആളുകളാണ്. ഇപ്പോഴത്തെ യൂത്തിന്റെ ഇടയിൽ എംപതി എന്ന് പറയുന്ന ഒരു കാര്യം കുറയുന്നത് കൊണ്ടാണ് ഈ വയലൻസ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വലിയ കാര്യമായിട്ടുള്ള ബേസ് ഉള്ള ഒരു ആർഗ്യുമെന്റ് ഒന്നും അല്ല. കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു റിയാലിറ്റി, ഏറ്റവും കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എംപതി ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും സിനിമകളിലെ വയലൻസ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നതും നമുക്കത് കണ്ടിരിക്കാൻ തോന്നുന്നതും നമുക്കത് കാണുന്ന സമയത്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ ഒരു ഇരയെ ഐഡന്റിഫൈ ചെയ്യുന്നു, അയാൾക്കൊരു നീതി നിഷേധം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുന്നു, നിങ്ങൾ ആ ഒരു ഇരയുമായി ഇമോഷണലി കണക്റ്റ് ആവുന്ന സമയത്താണ് പലപ്പോഴും ആ ഒരു വേട്ടക്കാരനെതിരെയുള്ള നായകന്റെ അല്ലെങ്കിൽ സിനിമയിലെ ബാക്കിയുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളുടെ ആ ഒരു വയലൻസ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത്. അവിടെ ഒരു എംപതി ഉണ്ട്, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അല്ലെങ്കിൽ ആര് എത്താലും അല്ലെങ്കിൽ ആര് റേപ്പ് ചെയ്യപ്പെട്ടാലും നമുക്ക് അവരോട് ഒന്നും തോന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വയലൻസും സിനിമകളിലേത് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇവിടെ ഞാൻ പറഞ്ഞ ആ ഒരു ഇമോഷണൽ കണക്ഷൻസ് ഇല്ലാതുള്ള മർഡർ, അതേപോലെ തന്നെ വയലൻസ്, അത് ആസ്വദിക്കുന്നതാണ് ഒരു പ്രോബ്ലമായിട്ട് വരുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞത് ഒരു കഥയിലെ ഒരു സിറ്റുവേഷനിലെ നന്മ തിന്മയെ കുറിച്ചിട്ടാണ്, നമ്മുടെ മൊറാൽസ് അനുസരിച്ചിട്ടുള്ള സംഗതികൾ. നമ്മൾ അതിലെ
നന്മയ്ക്കൊപ്പം നിന്നിട്ട് തിന്മയെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ആസ്വദിക്കുന്നു, തിന്മയെ കീഴ്പ്പെടുത്തുന്നത് കണ്ടിട്ട് ആസ്വദിക്കുന്നു. പക്ഷേ ഒരു റെയർ കേസ് ഉണ്ട്. ആ ഒരു മൈനോറിറ്റി അവരുടെ ആസ്വാദനത്തെ നമ്മൾ ഒന്ന് സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതിലവരെ കുറ്റപ്പെടുത്തുകയോ മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആളുകൾക്ക് നമ്മൾ സിനിമയിൽ തിന്മ എന്ന് കരുതുന്ന കാര്യങ്ങളോട് വല്ലാത്തൊരു ഭ്രമം ഉണ്ടായിരിക്കും, അവർക്ക് അതിനോട് വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടായിരിക്കും. ആ ഒരു ആസ്വാദനം, ആ ഒരു സെലിബ്രേഷനെയാണ് ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ആളുകളും അയച്ചു തന്ന ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഉണ്ട്. ഞാൻ ഈ ഒരു പോസ്റ്റ് ഈ പേജിലുള്ള മുന്നേ ഉള്ള പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെയാണ്, ഈ സൂക്ഷ്മദർശിനി എന്ന സിനിമയിൽ ഒരു ഓണർ കില്ലിങ്ങിനെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പെൺകുട്ടി മരണപ്പെടുകയാണ്, ക്രൂരമായിട്ട് കൊലപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു കൊലപാതകം എന്ന് പറയുന്നത് നമുക്ക് തിന്മയാണ്, നമ്മുടെ മൊറൽ അനുസരിച്ചിട്ട് തിന്മയാണ്. ഇപ്പൊ നമ്മൾ കൊന്നവർക്കെതിരായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഒരു കൂട്ടം ആളുകൾക്ക് ആ കൊലയാളിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, ആ കൊലപാതകത്തിൽ അവർ ന്യായം കണ്ടെത്തുന്നു. അതൊരു ചെറിയ മൈനോറിറ്റിയാണ്, അവർക്കതിന് ചില ന്യായങ്ങളുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇപ്പൊ കുടുംബക്കാർക്ക് മാത്രമേ അറിയൂ, ഇനിയും താമസിച്ചാൽ നാട്ടുകാരറിയും. അപ്പനപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കി വെച്ച കുടുംബത്തിന്റെ അന്തസ്സ ഇവള് കാരണം ഇല്ലാതാകാൻ പോകുന്നത്. ഇപ്പൊ കുടുംബക്കാർക്ക് മാത്രമേ അറിയൂ, ഇനിയും താമസിച്ചാൽ നാട്ടുകാരറിയും. അപ്പനപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കി വെച്ച കുടുംബത്തിന്റെ അന്തസ്സ ഇവള് കാരണം ഇല്ലാതാകാൻ പോകുന്നത്. ഐ ഹേറ്റ് ദി സൊസൈറ്റി. സൊസൈറ്റിയെ ഹേറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം എന്തായിരിക്കും? കാരണം നമ്മൾ ഒരു വലിയ മെജോറിറ്റി ആ ഒരു സിനിമയിലെ കൊലപാതകയ്ക്കെതിരായിട്ട് നിൽക്കുന്നു. നമ്മുടെ ഒരു ബേസിക് ഹ്യൂമൻ ഫീലിംഗ് അതാണ്. Heroism and ideology are celebrated when Mohanlal's character kills his own son Unni Mukundan in Janata Garage and Rajinikanth kills his son in Jailer. But when a mother kills her daughter, who became a disgrace to her, it is portrayed as villainy and cruelty. Homophobia is a basic human feeling for him. It should not be treated as cruelty, it is pure humanity. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൊസൈറ്റിയിലെ ഒരു മൈനോറിറ്റിയുടെ വ്യൂ പോയിന്റ് ആണ്. നമ്മൾ അവരെയും കേൾക്കണം, അതിൻ്റെ പിന്നിലുള്ള ചില സങ്കടകരമായിട്ടുള്ള റിയാലിറ്റികളെ കുറിച്ചിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, ഒരു വലിയ മജോറിറ്റിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ജനതാ ഗ്യാരേജ് അല്ലെങ്കിൽ ജയിലർ പോലുള്ള സിനിമകൾ കാണുന്ന സമയത്ത് അതിനകത്ത് കൊല്ലപ്പെട്ട ആളുകളെ കുറിച്ചിട്ട്, മക്കളെ കുറിച്ചിട്ട് ചിന്തിച്ച് എങ്ങനെയാണ്? അവർ സമൂഹത്തിന് ഹാമായിട്ടുള്ള ആളുകളാണ്, അവരെ തിരുത്താനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു അച്ഛന്മാർ കാര്യം ചെയ്യുകയാണ്, കൊല്ലുകയാണ്. കൊല്ലുന്നത് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ചിട്ട് റോങ് ആണ്. പക്ഷെ നമുക്ക് നമ്മളുടെ ഒരു എന്താ പറയുന്നത്, സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്ന ഒരു സംഗതി വെച്ചിട്ട് നമുക്കതിന് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. അവർ സമൂഹത്തിന് ഹാമായിട്ടുള്ള ആളുകളാണ്. അത് നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടിന്റെയും നമ്മളുടെ പേരന്റിങ്ങിന്റെയും സൊസൈറ്റിയുടെയും ഒക്കെ ഒരു റിഫ്ലക്ഷൻ ആണ്. നമുക്ക് നമ്മുടെ മൊറാൽ അനുസരിച്ചിട്ട് സൊസൈറ്റിക്ക് ഹാമായിട്ടുള്ള ഒരാൾ നശിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമില്ല. പക്ഷെ അവിടെ ഈ പോസ്റ്റ് ഇട്ട ആൾക്ക് വിയോജിപ്പുകളുണ്ട്. അയാൾക്ക് അങ്ങനെ സൊസൈറ്റിക്ക് ഹാമായിട്ടുള്ള ആളുകളെ കൊന്നതിനോട്, അവർ അച്ഛന്മാരാൽ മരിക്കപ്പെട്ടതിനോട് വലിയ വിയോജിപ്പുണ്ട്. പക്ഷെ നമ്മളിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആണ്. അടുത്ത സീനിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഓണർ കില്ലിങ്ങിനോട് കുഴപ്പമൊന്നുമില്ല. സമൂഹത്തിന് ഹാമല്ല ഒരു പെണ്ണുങ്ങളുടെ ഒന്നിച്ച് താമസിക്കുന്നതോ, അല്ലെങ്കിൽ ഒരു ആണുങ്ങളുടെ ഒരുമിച്ച് താമസിക്കുന്നതോ, അല്ലെങ്കിൽ രണ്ട് ജാതിയിൽപ്പെട്ട ആളുകൾ വിവാഹം കഴിക്കുന്നതോ ഒന്നും സമൂഹത്തിന് ഹാമായിട്ടുള്ള കാര്യമല്ല. അവിടെ ഒരു കുടുംബത്തിന് മാനക്കേടുണ്ടായി എന്നുള്ള കാരണത്തിൽ ഒരാളെ കൊന്നതിനോട് അയാൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ട്. അത് ബേസിക് ഹ്യൂമൻ ഫീലിംഗ് ആണെന്നാണ് പറയുന്നത്. ഈ സിനിമ കണ്ട ആളുകൾക്കറിയാം അതൊരു ജെൻഡർ സെക്ഷൽ ഓറിയന്റേഷൻ ഇഷ്യൂ ഒക്കെ അതിനകത്തുണ്ട്. ഇതൊരു ആന്റി സോഷ്യൽ ചിന്താഗതിയാണ്. പക്ഷെ നമുക്ക് അവരെ അങ്ങനെ മാറ്റി നിർത്താനായിട്ട് സാധിക്കത്തില്ല. അതിൻ്റെ പിന്നിലെ സങ്കടകരമായിട്ടുള്ള റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബേസിക് ഹ്യൂമൻ ഫീലിംഗ് അതാണ്. ആ ഒരു ഹ്യൂമൻ ഫീലിംഗ് ഉള്ള മൈനോറിറ്റിയെ നമ്മൾ കൺസിഡർ ചെയ്ത് അവരുമായിട്ട് സംസാരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ പോസ്റ്റിന്റെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അഭിഷേക് ശ്രീകുമാറിനെ പോലുള്ള ബിഗ് ബോസ് താരമൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. അഭിഷേക് ശ്രീകുമാറിനെ നമുക്കറിയാം, ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, വളരെയധികം ഇമോഷണലി നമ്മളുമായിട്ട് കണക്ട് ചെയ്ത ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ആളാണ് അഭിഷേക്. അഭിഷേക് ഇതിന് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ താഴെ കുറെ അധികം ആളുകൾ ഇതിനെ എതിർക്കുന്നുണ്ട്. അതിനകത്ത് ഒരാൾ പറഞ്ഞിരിക്കുന്നു, ജനതാ ഗ്യാരേജ് കുറ്റങ്ങളും അനീതിയും ഇല്ലാതാക്കാനാണ് നിൽക്കുന്നത്, ഒരാളുടെ തിരിച്ചറിയലിനെ ശിക്ഷിക്കാനല്ല. സിനിമയിൽ മോഹൻലാൽ കളങ്കം വിതയ്ക്കുന്ന സമൂഹത്തിന് ഹാനികരമായ ഒരു വ്യക്തിയെ ഇല്ലാതാക്കുമ്പോൾ സൂക്ഷ്മദർശിനിയിലെ കൊലപാതകം ഓണർ കില്ലിങ്ങും ഹോമോഫോബിയയും മുൻവിധിയും നിറഞ്ഞതാണ്. കുടുംബമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ
ജനതാ ഗ്യാരേജ് ദുർബലരെ സംരക്ഷിക്കുമ്പോൾ ഓണർ കില്ലിങ് അഭിമാനത്തിലും അസഹിഷ്ണുതയിലും ജീവൻ നശിപ്പിക്കുന്നു. അതിന് താഴെ ആളുകൾക്ക് തിരിച്ചറിവുണ്ട്. മോളെ കൊന്ന് ജയിലിൽ പോയപ്പോൾ വാവ് അന്തസ് തന്നെ. സ്വന്തം മകൾ അപ്പനപ്പൂപ്പന്മാർ ഉണ്ടാക്കി വെച്ച അന്തസ്, ആഹാ കൊള്ളാം. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മൈനോറിറ്റിയുടെ ഒരു ഇഷ്യൂ ആണ്. ഇവിടെ ഞാൻ മറ്റൊരു സിനിമ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. 2003 ഇറങ്ങിയ മെമ്മറീസ് ഓഫ് മർഡർ എന്ന സിനിമ നമ്മളിൽ പല ആളുകളും കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. ആ ഒരു സിനിമ അത്യാവശ്യം ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ചില കഥാമുഹൂർത്തങ്ങളുള്ള സിനിമയാണ്. അതൊരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. കുറേ ദിവസങ്ങളിലേക്ക് നമ്മളെ ഹോണ്ട് ചെയ്യുന്ന കുറേ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ ആ ഒരു സിനിമയിലുണ്ട്. അതേപോലെ തന്നെ ആ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ നമുക്ക് കടുത്ത മാനസിക സംഘർഷം ഉണ്ടാവും. നമുക്കറിയില്ല, ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ, റേപ്പ്. അപ്പം അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുന്ന, പേടിയല്ല അതിൻ്റെ ഒരു വാക്ക്, മൊത്തത്തിൽ ഒരു പേടിയൊക്കെ നമുക്ക് ടോട്ടൽ ലോകത്തോട് തന്നെ തോന്നും. അമ്മാതിരി ഗംഭീരമായിട്ടുള്ള ഒരു സിനിമാറ്റിക് വർക്കാണ് ഈ മെമ്മറീസ് ഓഫ് മർഡർ. ആ സിനിമയ്ക്ക് ആധാരമായിട്ടുള്ള സംഭവം എന്താണ്? ഹോസോങ് മർഡർ, ഹോസോങ് സീരിയൽ കില്ലിംഗ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കൊറിയയിൽ നടന്ന ഒരു സീരിയൽ കില്ലിങ്ങിന്റെ സ്റ്റോറിയാണ്. കാലങ്ങളായിട്ട് തുടർന്നു. പോലീസിന് കണ്ടെത്താനായിട്ട് പറ്റിയില്ല കൊലയാളി ആരാണ് എന്നുള്ളത്. കൊലയാളി സ്വൈര്യവിഹാരം നടത്തുകയായിരുന്നു. അവസാനം അവിചാരിതമായിട്ടാണ് അയാൾ പിടിക്കപ്പെടുന്നത്. 15ഓളം സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതാണ് സംഭവം. അത് പല സമയങ്ങളിലായിട്ടാണ്. പോലീസ് 20,000-നടുത്ത് ആളുകളെ സംശയത്തിന്റെ പേരിൽ ഉണ്ട് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട്. ഈ കൊലയാളിയെയും ഒരു തവണ പോലീസ് പക്ഷേ ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയച്ചു. അങ്ങനെയുള്ള വളരെയധികം സസ്പെൻസ് നിറഞ്ഞ ഒരു കഥയാണ്. പക്ഷെ റിയൽ ലൈഫ് ഇൻസിഡന്റിനെ കുറിച്ചിട്ട് ഓർക്കുന്ന സമയത്ത് ഹോണ്ടിങ് തന്നെയാണ്. ഈ 15ഓളം സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതിന് ശേഷം അവരുടെ തന്നെ അണ്ടർ ഗാർമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. ഞെരിച്ചല്ല, അത് വെച്ച് ഇങ്ങനെ കെട്ടി വരിഞ്ഞ് കൊലപ്പെടുത്തിയത്. അതേപോലെ തന്നെ അത് അവരുടെ മുഖത്തിട്ടിട്ടായിരുന്നു കൊലയാളി കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇത് കൊറിയയിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു ഇൻസിഡന്റ് ആണ്. കുറെ സ്ത്രീകൾ ചുവന്ന വസ്ത്രം ധരിച്ചവരായിരുന്നു മരണപ്പെട്ടവരിൽ. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് കൊറിയയിൽ അവർ ചുവന്ന വസ്ത്രം ധരിക്കാനായിട്ട് പേടിച്ചിരുന്നു. ആളുകൾ ഒരു വലിയ അരക്ഷിതാവസ്ഥയിൽ കൂടെ പോയ ഒരു കാലഘട്ടം. അതാണ് ഈ മെമ്മറീസ് ഓഫ് മർഡർ സംസാരിക്കുന്നത്. ആ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് കൊലയാളി പിടിക്കപ്പെടുന്നത്. കൊലയാളി പിടിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനിയത്തിയെ ഇതേപോലെ കൊലപ്പെടുത്തിയ സമയത്താണ്. ഭാര്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പിടിക്കപ്പെടുന്നത്. ഇത് ഞാനിവിടെ പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ആ ഒരു കൊലപാതകത്തിൽ വല്ലാതെ ആസ്വാദനം കണ്ടെത്തിയിരുന്നു. തന്റെ ഇരകൾ പിടഞ്ഞു മരിക്കുന്ന സമയത്ത്, അവരെ കീഴ്പ്പെടുത്തിയതിനു ശേഷം പിടഞ്ഞു മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ആനന്ദം അതിൽ കിട്ടിയിരുന്നു. സൈക്കോളജിക്കലായിട്ട് ഈ ഒരു ക്രിമിനലിനെ പഠിച്ച പല ആളുകളും ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും. പറഞ്ഞ ഒരു കാര്യമുണ്ട്, പോലീസ് തന്നെ പറഞ്ഞ കാര്യമുണ്ട്, ഇയാളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ഒരു സെക്ഷൽ അബ്യൂസ്. ആ ഒരു സെക്ഷൽ അബ്യൂസാണ് സമൂഹത്തിലെ ഒരു വലിയ മജോറിറ്റിയിൽ നിന്ന് വേറിട്ട് ഒരു ക്രൂരമായിട്ടുള്ള ഒരു മനോഗതിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് എത്തിച്ചത്. അദ്ദേഹം അങ്ങനെ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചൈൽഡ്ഹുഡിൽ സെക്ഷൽ അബ്യൂസ് ഒക്കെ നേരിട്ടിട്ടുള്ള ആളുകളിൽ ചിലർ ഇത്തരത്തിലുള്ള വയലൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അവർ ഇത്തരത്തിലുള്ള മർഡറിനെയൊക്കെ നോർമലൈസ്ഡ് ആയിട്ട് കാണാറുണ്ട്. ഇവിടെ ഞാൻ മറ്റൊരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടിട്ടുള്ള മതപുരോഹിതന്മാർ കൂടുതലായി കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കാറുണ്ട്. ആൺകുട്ടികൾ ക്രൂരമായിട്ടുള്ള ലൈംഗിക ചൂഷണത്തിന് വിധേയരാവാറുണ്ട്. അവർക്ക് ആ ഒരു സെക്ഷൽ അബ്യൂസ് ചൈൽഡ്ഹുഡിൽ നേരിടേണ്ടി വരാറുണ്ട്. ഈ കുട്ടികളെ പ്രോപ്പറായിട്ടുള്ള ഒരു കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ഒരു തെറാപ്പിക്കോ വിധേയമാക്കുന്ന ഒരു രീതിയുണ്ടോ? അതേപോലെ തന്നെ എത്ര കുട്ടികളുടെ ഇഷ്യൂ അങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും, പുറത്തു വരാത്ത എത്രയോ കേസുകൾ ഉണ്ടാവും. ഞാൻ ഈ ഒരു പോസ്റ്റിനെ ആധാരമാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനു മുന്നേ ഇതുപോലെ ടോക്സിക് എന്നൊക്കെ പേരുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. ഇപ്പോൾ അവനെ കാണാനില്ല. ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇതേപോലെ തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അദ്ദേഹവുമായിട്ട് വഴക്കുണ്ടാക്കിയ സമയത്ത് സംസാരിച്ചാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് സമാനമായിരുന്നു. അദ്ദേഹം കടുത്ത LGBTQ വിരുദ്ധനാണ്. അപ്പം അത്തരത്തിലുള്ള കൊലപാതകങ്ങളെ, അതുപോലെയുള്ള ഓണർ കില്ലിങ്ങിനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന പോസ്റ്റുകളിൽ കൂടെയാണ് അദ്ദേഹവും ഞാനുമായിട്ടൊരു വാക്തർക്കത്തിൽ ഏർപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ്? അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കുന്ന സമയത്ത് വിഷമം വരും. അദ്ദേഹം ക്രൂരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ മതപാഠശാലയിൽ നിന്നിട്ട് സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളോടൊപ്പം പ്രായമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രോമയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ ആൻറ്റി സോഷ്യലായിട്ടുള്ള ഒരു
മെൻറ്റാലിറ്റി വരുന്നതും അത്തരത്തിലുള്ള ഒരു സെക്ഷൽ ഓറിയൻറ്റേഷൻ, ഹെട്രോസെക്ഷൽ അല്ലാത്ത സെക്ഷൽ ഓറിയൻറ്റേഷനോട് വെറുപ്പുണ്ടാവുന്നതും അദ്ദേഹത്തെ നിർബന്ധിച്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് വയലൻ്റ് ആയിട്ടായിരുന്നു ആൾ പെരുമാറിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് അത് പുറത്ത് പറയാൻ ഇപ്പോഴും പേടിയാണ്. ഈ ഒരു പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫിനെ അത് ബാധിക്കും. അതേപോലെ തന്നെ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവരത് പുറത്ത് പറയാനായിട്ട് സമ്മതിച്ചില്ല. അപ്പം മൊത്തത്തിൽ അദ്ദേഹത്തിന് ഒരു വെറുപ്പാണ്. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള മൈനോറിറ്റി ഡിസ്കഷൻസിനെ നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്യണം. അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു വെറുപ്പ് വരുന്നത്? നമ്മളൊരു ഭൂരിപക്ഷം ആളുകൾ ഹെട്രോസെക്ഷൽ ആയിരിക്കാം, നമ്മൾക്ക് കുടുംബം, കുട്ടി അങ്ങനെയുള്ള രീതിയിൽ പോകുന്ന ആളുകളായിരിക്കാം. നമ്മളൊരു ഭൂരിപക്ഷം ആളുകൾക്കും ബാക്കിയുള്ള ആളുകളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ, അവരുടെ ജെൻഡർ എന്നീ കാര്യങ്ങളിൽ ഒരു ആകുലതയില്ല. അവർ മരിക്കണമെന്ന് നമുക്ക് ചിന്തയില്ല. നമ്മളെ ബാധിക്കുന്ന ഒരു സംഗതിയല്ല. പക്ഷേ നമ്മളെ ബാധിക്കാത്ത, ഡയറക്റ്റ് ബാധിക്കാത്ത ഒരു കാര്യത്തിൽ അത്രമാത്രം ഹെയ്റ്റ് ഒരു കൊച്ചു കൂട്ടർക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാരണങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഏത് ഹെയ്റ്റിന് പിന്നിലും, മറ്റൊരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന ഏതു വൈരാഗ്യത്തിന് പിന്നിലും സ്വാഭാവികമായിട്ട് ഒരു കാരണം ഉണ്ടാവും. ആ ഒരു കാരണത്തെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓണർ കില്ലിങ്, ദുരഭിമാന കൊല, അതിൻ്റെ റീസൺ എന്താണ്? അത് നമ്മുടെ കൾച്ചറലായിട്ടുള്ള സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരാൾ അന്യജാതിയിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ രീതികൾക്ക് അനുസരിച്ചിട്ടല്ലാത്ത ഒരു ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് അഫക്റ്റ് ആവുന്നു, നമ്മളുടെ ഈഗോ ഹേർട്ടാവുന്നു, നമ്മൾ സ്വന്തം ജീവിതം കളഞ്ഞ് അയാളെ കൊന്നിട്ട് ജയിലിൽ പോകാനായിട്ട് റെഡി ആവുന്നു. അത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കൾച്ചറലായിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയിലായിട്ടുള്ള കണ്ടീഷനിങ് ആണ്. അപ്പം ഒരു കൂട്ടം ആളുകൾക്ക് ഒരു ഹോമോസെക്ഷലായിട്ടുള്ള ആൾ മരണപ്പെടുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ആനന്ദം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു റീസണുണ്ട്. അത് മതപരമായിട്ടുള്ളൊരു റീസൺ മാത്രമാവില്ല. തീവ്രവാദം എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ട് ചിലപ്പോൾ അങ്ങനെ തോന്നാം. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ ഒരു മൈനോറിറ്റിയെ നമുക്ക് തീവ്രവാദികളെന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ജെൻഡർ മൈനോറിറ്റികൾ എന്ന് പറയുന്ന ആളുകളെല്ലാവരും എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ടുള്ള സെക്ഷൽ ക്രൈംസ്, സെക്ഷൽ അബ്യൂസ് ഒന്നും ചെയ്യാത്ത ആളുകളാണോ? അവനായിട്ട് ഒരു സാധ്യതയില്ല. കാരണം അവർ മനുഷ്യന്മാരൊക്കെ തന്നെയാണല്ലോ, നമ്മളെപ്പോലുള്ള ആളുകൾ തന്നെയാണല്ലോ. ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള നമ്മൾക്കിടയിൽ നിന്ന് എത്രയോ ആളുകൾ ക്രൈം ചെയ്യുന്നു, ഗോവിന്ദച്ചാമിമാരുണ്ടാവുന്നു. ഡൽഹിയിൽ ഒരു പെൺകുട്ടിയുടെ അവിടെ ഇരുമ്പ് ദണ്ട് കുത്തിക്കയറ്റിയവൻ നമ്മളിൽപ്പെട്ട ആളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അറ്റാക്കാണോ ഇത്തരത്തിലുള്ള ഒരു ഹെയ്റ്റിന് കാരണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂ ആണ്. ഇതുപോലുള്ള പോസ്റ്റിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന, നിങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രശ്നമാണ് ഹെയ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊരാളെ കൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം എന്നൊക്കെ പറയുന്നത്, ഒരാൾ മരിക്കണമെന്നൊക്കെ ഉള്ളൊരു തോന്നൽ എന്ന് പറയുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജീവിതം സുന്ദരമായിരിക്കും. അത് മാറ്റാനായിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ട്രോമകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ, സൈക്കാട്രിസ്റ്റിനെ സമീപിക്കുക. മത തീവ്രവാദം അല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്ത എന്നുണ്ടെങ്കിൽ, അത് ഏതെങ്കിലും ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണോ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന സംഗതികളാണ്. ഇതൊന്നും നോർമലായിട്ടുള്ളൊരു സംഗതിയല്ല. ഈ പോസ്റ്റിട്ട ആളോടാണ് മറ്റൊരാളുടെ ജീവിതം തനിക്ക് അപമാനകരമാണ് എന്ന് പറഞ്ഞ് അയാളെ കൊന്നിട്ട് വളരെ അപമാനിതനായി ജയിലിലേക്ക് പോകുന്നത് നോർമലായിട്ടുള്ളൊരു സംഗതിയല്ല, സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയല്ല. അഭിഷേക് ശ്രീകുമാറിനോടും കൂടെയാണ്. പോവോ അങ്ങനെ? ഇവിടെയുള്ള ആൾക്കാരെ കൊന്നിട്ട് നീ ജയിലിൽ പോവോ? അതിനകത്ത് അഭിമാനം നിനക്ക് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. അതൊരു മൈനോറിറ്റിയുടെ പ്രശ്നമാണ്. ആൻറ്റി സോഷ്യൽസ് എന്ന് പറയുന്ന ഒരു വേർഡ് വന്നതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പം അങ്ങനെയുള്ളൊരു കാറ്റഗറിയിലേക്ക് പോവാതിരിക്കുക, അങ്ങനെ സ്വന്തം ഒരു ഐഡൻറ്റിറ്റി നശിപ്പിക്കാതിരിക്കുക, അതൊക്കെയാണ് പറയാനായിട്ടുള്ളത്. നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പ്രശ്നമൊന്നുമില്ല. ഇതും ഒരു കണ്ടന്റ് ആണ്.